മാവേലിക്കര എം പിയും നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും അവൈലബിളായിട്ടുള്ള ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർ, പള്ളിക്ക് ഉള്ളിൽ ഇരിക്കുന്നവർ, പള്ളിക്ക് വെളിയിൽ ഇരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് മെമ്പേഴ്സ്, മധ്യാകാശത്ത് മണിപ്പന്തൽ കെട്ടി ഇരിക്കുന്ന വിശുദ്ധമതികളായിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, ഈ രണ്ട് സ്റ്റെയർ കേസിലും ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ, ഇതിൽ ഒന്നിലും പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമുക്കിത് വളരെയധികം സന്തോഷവും ഒരു ഉത്സവ പ്രതീതി നൽകുന്നതുമായ ഒരു സമയമാണ്. നിശ്ചയമായും ആ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത്, വലിയ പുരുഷാരം ഇങ്ങനെ കൂടി തിക്കും തിരക്കും ഉണ്ടായി. അപ്പോൾ ആർക്കും അകത്തോട്ട് പ്രവേശിക്കാൻ പോലും ഇടവില്ലാതെ വണ്ണം വാതിക്കൽ പോലും ആൾ നിറഞ്ഞിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇപ്പോഴുള്ളത്. ഒരു ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള ബിഷപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ആളുകൾ തടിച്ചു കൂടുന്നത് നിശ്ചയമായിട്ടും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ മുഖം കണ്ടനൊക്കെ വേറെ ഒരുത്തൻ സന്തോഷിക്കുന്നതിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉറക്ക ചവിടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഉറങ്ങുന്നവർ ഉണർന്നിരിക്കുന്നവർ ചെറിയതായിട്ട് ഉറങ്ങുന്നതിനും നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നില്ല. വിശദമായി നമ്മുടെ വികാരി അച്ഛനും ഇടവകയുടെ സെക്രട്ടറി ഷിബു കെ തോമസ് സാറും ഈ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും നമ്മളിങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ഓർമ്മ പുതുക്കുന്ന സമയമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് യു റിമെമ്പർ, നിങ്ങൾ ഓർക്കണം. ഇതാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്താണ് ഓർക്കുന്നത്? അതിൽ പറയുന്നത് നമ്മുടെ ഈ വളർച്ചയെക്കുറിച്ച് 159 വർഷത്തെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. 160 വർഷത്തിന് മുമ്പ് ഈ ലോകം എങ്ങനെയായിരുന്നു, വാളകം എങ്ങനെയായിരുന്നു, നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെയൊക്കെ ജീവിതക്രമങ്ങളും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നിശ്ചയമായിട്ടും ചരിത്രം നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ വിശ്വാസം പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ആലയത്തിന് ആരംഭം കുറിക്കുകയും അത് വളർന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് മാറിയ പള്ളികൾ തന്നെ ഏതാണ്ട് 10-ലധികം പള്ളികൾ ഇവിടെ വായിച്ചു. 10 മക്കളെ പ്രസവിച്ച ഒരമ്മയാണിത്, അല്ലേ? ഇറ്റ്സ് നോട്ട് എ ജോക്ക്. 10 മക്കളെ പ്രസവിച്ച, അല്ലെങ്കിൽ കൃത്യം 10 എന്നല്ലായിരിക്കും ഇവിടെ വായിച്ച ഇതനുസരിച്ച് എത്രയുണ്ടോ അത്രയും മക്കളെ പ്രസവിച്ച് പോറ്റി വളർത്തി സ്നേഹിച്ച് ഇപ്പോഴും അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു മുത്തശ്ശിയാണ് ശരിക്കും ഈ വാളകം മാർത്തോമ ഇടവക എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഓർക്കണം. ആദ്യകാലത്ത് പ്രവർത്തിച്ചവരെ നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുന്നതേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല, ഇല്ലേ? നിശ്ചയമായിട്ടും കണ്ടിട്ടില്ല. എത്രയോ ആളുകൾ നമ്മളെല്ലാവരും ഓർക്കേണ്ടത്, ഓരോരും സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്നവരും ഞാനിവിടെ നിൽക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ ആളുകളുടെ അവരുടെ സഹായങ്ങളും അവരുടെ പ്രാർത്ഥനയും അവരുടെ കഠിനാധ്വാനവും അവരുടെ അടുത്ത തലമുറയോടുള്ള താല്പര്യങ്ങളുമാണ് നമ്മളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാട്ടുകളിലൊന്നും അങ്ങനെയാണല്ലോ, നന്ദി അല്ലാതെ വേറെ ഒന്നും ചൊല്ലാനില്ല, നന്ദി ചൊല്ലാൻ. ഞാൻ മലബാറിൽ 1985 അച്ഛനായിട്ട് പോയ ആളാണ്. ഞാൻ 85 അവിടെ ചെല്ലുമ്പോൾ പോലും 6-7 കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് വീടുകൾ സന്ദർശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ എല്ലാം വാഹനങ്ങൾ ചെല്ലുന്ന സ്ഥലമായി തീർന്നു. ഞാൻ ചില സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ നോക്കി വികാരഭരിതനായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ മധ്യ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ ആളുകളുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മലമ്പനി വന്ന് രോഗങ്ങൾ വന്ന് മരിച്ചവരാണ്. അവലിപ്പം
അവരാദ്യമായി ഒരു കുന്താലി എടുത്ത് അവിടെ കിളച്ചപ്പോൾ അവരൊരിക്കലും മനസ്സിൽ ചിന്തിച്ചില്ല, എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രതിഫലവും കിട്ടുകയില്ല. ഇവിടെ ഒരു കുന്താലി കൊണ്ട് കിളച്ചാൽ ഇവിടെ ഒരു വഴി വന്ന് കണ്ടിച്ച് മരിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ അവരൊരിക്കലും ചിന്തിച്ചില്ല. എൻ്റെ മക്കൾ, അവരുടെ മക്കൾ ഈ ദേശത്ത് തുടർന്ന് പ്രവർത്തിക്കും. ഇന്ന് കേരളത്തിലെ അതിമനോഹരമായിട്ട് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് മലബാറിലെ മലമ്പ്രദേശങ്ങളെല്ലാം. നമ്മൾ സഞ്ചരിക്കുന്ന ഈ 120 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്ന വഴികളൊന്നും നമ്മൾ വെട്ടിയതല്ല, അതെല്ലാം മറ്റാളുകൾ വെട്ടിയതാണ്. അവർക്ക് വേണ്ടി ഈ കാലത്തിൻ്റെ വലിയ അപകടം, അവനവന് വേണ്ടി റോഡ് വെക്കും, അവനവന് വേണ്ടി വീട് വെക്കും, അവനവന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അവനവനിലേക്ക് നോക്കുന്നവൻ ഒരിക്കലും മനുഷ്യനല്ല. അപരനിലേക്കും പരനിലേക്കും നോക്കുന്നവനാണ് മനുഷ്യൻ. ഇത് നിരന്തരമായി ലോകത്തെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണ് പള്ളി അല്ലെങ്കിൽ ഇടവക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചർച്ചിനെ കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ഇതാണ്: ചർച്ച് ഈസ് നോട്ട് എ ക്ലബ് ഫോർ സെയിൻസ്, ഇറ്റ് ഈസ് എ ക്ലിനിക് ഫോർ സിന്നേഴ്സ്. ഒരുമാതിരി സമാനമായി ആലോചിക്കുകയും സമാനമായ സാമ്പത്തിക സ്ഥിതിയും സാംസ്കാരിക നിലയുമുള്ള കുറേ ആളുകൾ ഒത്തുകൂടുന്ന ഒരു ക്ലബ് അല്ല പള്ളി. ആൻഡ് ദിസ് ഈസ് എ ക്ലിനിക്. ഒരു ക്ലിനിക്കിൽ എല്ലാവർക്കും വരാം, വലിയവർക്കും ചെറിയവർക്കും, പഠിത്തമുള്ളവർക്കും പഠിത്തമില്ലാത്തവർക്കും തുറന്ന്. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. ഇനിയിപ്പോൾ ആഡ്വൻറ്റ് സീസണിലേക്ക് പ്രവേശിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ദിനങ്ങളാണ്. യേശുക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് എന്ന് നമ്മൾ അല്ല കേൾക്കാമോ പറയുന്നേ? ഇങ്ങനെ ഒരു ഭൂതത്തെ നോക്കുന്ന പോലെ നോക്കിയിരിക്കുക ആണ്. ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺ. 4 സൈഡും തുറന്നതാണ്. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. ചർച്ച് ഈസ് എ പ്ലേസ്, ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. എനിബഡി ക്യാൻ ആൻഡ് എവരിബഡി ക്യാൻ കം ഇൻ. ആരുടെ അനുവാദമില്ലാതെ ഈ പള്ളിയിൽ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഈ പള്ളിയുടെ പേര് എന്താണ്? വാളകം മാർത്തോമ വലിയ പള്ളി. എന്താണ് വലിപ്പം? ഹൗ ഡു യു ഡിഫൈൻ ദിസ് ഗ്രേറ്റ്നെസ്? ഇത് വളരെ പ്രധാനമാണ്. ഇവിടെ ഇരിക്കുന്നവർ നമ്മളെല്ലാവരും പറയുന്നു, ഞാൻ വാളകം വലിയ പള്ളിയിലെ എന്നാ ആളല്ല എന്നാണോ? ആണ് വാളകം. ഈ വാളകം വലിയ പള്ളിയിലെ ആളുകൾ വലിയവരാണ്. എന്താണ് വലിപ്പം? ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും വലിപ്പമാണ് വലിപ്പം. ഒരാളിൻ്റെ ഈ ഹാവിങ്ങിലല്ല, എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിലല്ല, അവൻ്റെ ബീയിങ്ങിലാണ്, അവൻ്റെ ഉണ്മയിലാണ് വലിപ്പം. നമ്മൾ ഈ ലോകത്തിലെ വലിയ മനുഷ്യരെയൊക്കെ എടുത്തു നോക്കുക. നമ്മൾക്ക് ഉദാഹരണം ഗാന്ധിജി എടുക്കുക. അങ്ങനെ ഓരോരുത്തരും ഒരു പേര് മാത്രമല്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിപ്പം, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അസറ്റ് കോടാനുകോടിയോ ഉള്ള പണം ഉണ്ടെന്നാണോ? അല്ല. അദ്ദേഹത്തിന് മദർ തെരേസ എടുത്തു നോക്കുക. 5 രൂപ വിലയുള്ള ഒരു സാരിയാണ് അമ്മ കൊടുക്കുന്നത്, ഇല്ലേ? 15 രൂപ, 5 അല്ല 15 രൂപ ഉള്ളത്. ഒരസറ്റുമില്ല. പക്ഷേ വലിയ അമ്മയെന്നാണ് നമ്മൾ പറയുന്നത്, ഇല്ലേ? അപ്പോൾ അതെല്ലാം മനസ്സിൻ്റെതാണ്. ഇന്ന് മനസ്സ് ചുരുങ്ങി ചുക്കായിരിക്കുന്നു. പള്ളി എന്തിനാണ്? ചുരുങ്ങിയ മനസ്സിനെ അത് ക്രമേണ വികസിപ്പിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനാണ്. മദർ തെരേസയ്ക്ക് എത്ര മക്കളുണ്ട് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എത്ര മക്കളുണ്ട്? MC-മാർ ഇല്ലാത്തത് പറഞ്ഞ് പഠിപ്പിക്കുന്നവരല്ലേ നിങ്ങളിവിടെ? എന്നെക്കുറിച്ച് പറഞ്ഞത് ഇല്ലാത്തതാണ്. പാവം നിലനിൽക്കാതിരിക്കണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്താണ്? മദർ തെരേസയ്ക്ക് ഒരു മക്കളുമില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ മുഴുവൻ മക്കളും അമ്മയുടേതല്ലേ? എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ചേർക്കത്തക്കവണ്ണം വികസിതമായ ആ സ്ത്രീയെ നമ്മൾ ലോകത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നു. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല. നമ്മളൊക്കെ ഇന്ന് പറയുന്നത് എൻ്റെ 2 പിള്ളേർ എൻ്റെ മക്കൾ, അയൽവക്കത്തെ മക്കൾ എൻ്റേതല്ല. ഇതിനെ തിരുത്തൽ സ്ഥാനത്തിൻ്റെ പേരാണ് പള്ളി. ഈ പള്ളിയിൽ 540 വീടുകളുണ്ട്.
എല്ലാവർക്കും നമുക്ക് ഫീൽ ചെയ്യണം, എല്ലാ വീട്ടിലെയും മക്കൾ എൻ്റെ മക്കളാണെന്ന് തീരുന്നതാണ്. ഇതാണ് അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രതീകം. സോ ചർച്ച് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി. ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റവും ദൈവരാജ്യത്തിൻ്റെ വാല്യൂ സിസ്റ്റവും ഒരുമിച്ച് പോവുകയല്ല. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നീതിബോധത്തെ കവിയുന്ന ഒരു ദൈവത്തിൻ്റെ നീതിബോധം, യേശു തമ്പുരാൻ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനൊക്കെയുള്ള. ശാസ്ത്രിമാരുടെ നീതി എന്താണ്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. യേശു പറഞ്ഞു, നിൻ്റെ ഇടത്തെ ചെകിട്ടത്തടിച്ചാൽ വലത്തേതൂടെ കാണിക്കുക. നിങ്ങൾക്ക് ആർക്കും മറ്റൊരാളിൻ്റെ ഇടത്തെ ചെകിട്ടത്ത് അടിക്കാൻ ഒക്കുകയില്ല. ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഇടത്തെ കൈ കൊണ്ട് നിങ്ങളുടെ ചെള്ളയ്ക്ക് അടിക്കുകയല്ല, സ്പർശിക്കുന്നു എന്ന് വിചാരിക്കുക. ഏത് സ്ഥലത്താണ്? നിങ്ങളുടെ ഓപ്പോസിറ്റിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടത്തെ ചെള്ളയ്ക്ക് അടിക്കണമെങ്കിൽ കൈകൊണ്ട് തട്ടുകയാണ്, പരിഹസിക്കുകയാണ്. ആരെയും ഈ 160ാമത്തെ വർഷത്തിൽ ഒരു ലളിതമായി നമുക്കെടുക്കാം. എൻ്റെ ആയുസ്സിൽ ഞാൻ ആരെയും പരിഹസിക്കുകയില്ല. എൻ്റെ മനസ്സിലാവോളം മനുഷ്യരെ നിറയ്ക്കും. നമ്മുടെ ഈ ജനപ്രതിനിധികളൊക്കെ കുറേ പ്രായം വരെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നില്ലെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ മനുഷ്യർ അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. ഇത് വളരെ പ്രധാനമാണ്. മനുഷ്യഗന്ധമാണ് ഏറ്റവും വലിയ മെഡിസിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്നെ വിശ്വസിപ്പിക്കുന്ന കാരണം ക്രിസോസ്റ്റം തിരുമേനിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറച്ച് നാൾ ഇരുന്നതാണ്. ഏത് രോഗസമയത്തും ഏതാളും അവിടെ വന്നാൽ അവരോട് സംസാരിക്കുന്നത് തിരുമേനിക്ക് ഇഷ്ടമാണ്. തിരുമേനി ആശുപത്രിയിൽ കിടക്കുമ്പോൾ വിസിറ്റേഴ്സ് അനുവദിക്കരുതെന്നുള്ള ബോർഡ് ഇടുമ്പോൾ അവരെ തർജ്ജനം ചെയ്യും. പാടില്ല, എൻ്റെ ജനത്തെ കൂടാതെ എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും മനുഷ്യഗന്ധം അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ടാണ് 104 വയസ്സ് വരെ ജീവിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എന്നോട് പറയുന്നു, മറ്റു മനുഷ്യൻ്റെ ഗന്ധം നമ്മൾ സ്വീകരിച്ചാൽ, ആ ഗന്ധം നമ്മൾ ശ്വസിച്ചാൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യവും കൂടും. എനിക്ക് ദീർഘമായി നിങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഒരു സ്നേഹ നിർബന്ധം കൊണ്ടാണ് അവിടെ അദ്ദേഹം ഇരിക്കുന്നത്. മറ്റ് പ്രോഗ്രാമിന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ സെക്രട്ടറി അവസാനിപ്പിച്ചത് വളരെ പ്രൊഫൗണ്ടായ ഒരു വാക്ക് പറഞ്ഞാണ്. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളാകാം എന്നുള്ള ഒരു പദം ഉപയോഗിച്ചാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും ബലഹീനന് കിട്ടുന്ന പരിഗണനയാണ്. ഒരു പള്ളിയിൽ പോലും സത്യമായി നമ്മൾ നോക്കിയാൽ ബലഹീനൻ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ആരെയും നമ്മുടെ ആയുസ്സിൽ അവഗണിക്കരുത്. ഞാൻ ഒരാളിനെ അവഗണിക്കുന്നതെന്ന് വിചാരിക്കുക എൻ്റെ ഒരു പൊസിഷൻ കൊണ്ടോ എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില അധികാരം കൊണ്ടോ. പക്ഷേ എന്നേക്കാൾ വലിയവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ എന്നെ അവഗണിക്കും. ഈ ദൈവത്തിൻ്റെ വലിയ സഹിക്കാനൊക്കാത്ത കാര്യം മനുഷ്യനെ അവഗണിക്കുന്നതാണ്. ഒരുത്തൻ മറ്റവനെ അവഗണിച്ചാൽ ദൈവം അവനെ ഒരിക്കലും പരിഗണിക്കുകയില്ല. ഇതാണൊരു നീതിബോധം ഒരു ക്രൈസ്തവൻ. അതുകൊണ്ട് ഭക്ഷണവും പാനീയവും അല്ല, അതെല്ലാം വ്യാവഹാരിക ലോകവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഗോ ബിയോണ്ട്. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷമാണ്. എൻ്റെ നിലനിൽപ്പിന് എന്താണോ ആവശ്യം അത് തന്നെയാണ് മറ്റുള്ളവൻ്റെ നിലനിൽപ്പിനും ആവശ്യമെന്ന് തിരിച്ചറിയുന്ന ബോധമാണ് ദൈവബോധം എന്ന് പറയുന്നത്. എനിക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ വേണം അത് മറ്റുള്ളവർക്കും ലഭിക്കണം. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പ്രൊഫസർ തോമസ് മാത്യു സാറ് പറയുന്നത്, എനിക്ക് വേണം നിനക്കരുത് എന്നുള്ള ലോകത്തിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം നിനക്കും ആവശ്യമുണ്ടല്ലോ എന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈൻ സിഗ്നൽ സ്റ്റേഷനാണ് ഒരു ഇടവക എന്ന് പറയുന്നത്. ഇവിടെ പാടിയല്ലോ, എല്ലാവർക്കും ഇടമുള്ള, ആരും അവഗണിക്കപ്പെടാത്ത, എല്ലാവർക്കും ഒരു പരിധിവരെ നീതി കിട്ടുന്ന ഒരു സ്ഥലമായി ഈ വലിയ പള്ളിയിലെ ആളുകൾ വലിയ മനസ്സുള്ളവരായി, വലിയ അമ്മയായി, മാതൃത്വത്തിൻ്റെ ഈ സ്വരം കേൾപ്പിച്ചുകൊണ്ട്
ഈ ദേശത്ത് നല്ല സാക്ഷ്യം വഹിക്കാൻ ഈ 160ാമത്തെ ദിനം ശരോത്തര വജ്ര ജൂബിലി ആഘോഷത്തിന് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെയും നമ്മളിലൂടെ ഈ ദേശത്തെയും ലോകത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.